റിയാക്ട് ഏഷ്യ പസഫിക് എന്നൊരു അന്തർദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏഷ്യ പസഫിക് ഡയറക്ടറാണ്. റിയാക്ട് ഒരു അന്തർദേശീയ പ്രസ്ഥാനമാണ്. നമ്മുടെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ. അതിനെപ്പറ്റി പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചത് ഈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുന്ന ആ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരായിട്ടുള്ള 2 വ്യക്തികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗാമ എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അത് ഗ്ലോബൽ AMR മീഡിയ അലയൻസ് എന്നാണ്. മാധ്യമ രംഗത്ത് നിൽക്കുന്നവർ ഈ AMR എന്ന് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ ഇടപെടുന്ന ഒരു പ്രസ്ഥാനം ഗാമ. അപ്പോൾ അതിൻ്റെ ചെയർപേഴ്സണാണ് ശോഭ ശുക്ല മാഡം. അവരെല്ലാം ഡൽഹിയിലാണ്. പിന്നെ ബോബി രമാകാന്ത് അദ്ദേഹത്തിൻ്റെ ബോർഡ് മെമ്പറാണ്. ബോബി ജേർണലിസ്റ്റും കൂടിയാണ്. അപ്പം നമുക്ക് അതിലേക്ക് വരാം. അവർ രണ്ടും ഡൽഹിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ഈ ഗാമയുടെ കേരള ചാപ്റ്ററും കൂടെ അവർ തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ റിയാക്ട് ഏഷ്യ പസഫിക് എന്ന് പറയുന്നത് ഞാൻ നയിക്കുന്ന ഏഷ്യ പസഫിക് ഭാഗത്ത് റിയാക്ട് ഞങ്ങൾ ഇവരുമായിട്ട് പാർട്ട്നേഴ്സാണ്. ഞങ്ങൾക്ക് ഒരുപാട് ആഗോള പാർട്ട്നേഴ്സുണ്ട്. ലോകാരോഗ്യ സംഘടന അങ്ങനെ ഒരുപാട് ഓർഗനൈസേഷൻസായിട്ട് ഞങ്ങൾ പാർട്ട്നേഴ്സാണ്. അപ്പോൾ ഇവർ ഞങ്ങളുടെ പാർട്ട്ണർ ഓർഗനൈസേഷനാണ്. അപ്പോൾ അവർ കേരളത്തിൽ ഈ പ്രസ്ഥാനം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പത്രസമ്മേളനമാണ്. അപ്പോൾ ഞങ്ങളത് അവരെ ഹോസ്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് വന്നത്. 1-2 പേരുകളുടെ പറഞ്ഞിട്ട് ഞങ്ങൾ ഹാൻഡ് ഔട്ട് ഉണ്ട്, പക്ഷേ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ 1928 ആദ്യത്തെ ആൻറ്റിബയോട്ടിക് വരുന്നത്, പെൻസിലിൻ. അപ്പോൾ അതിനു മുമ്പ് ആൻറ്റിബയോട്ടിക് ഇല്ല. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൻസിലിൻ കണ്ടുപിടിച്ചതിന് ശേഷം ദശലക്ഷക്കണക്കിന് ജീവനുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റ് ആൻറ്റിബയോട്ടിക്കുകൾ പലപ്പോഴും നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാരണം ഏതോ അപ്പൂപ്പനോ മറ്റോ ആൻറ്റിബയോട്ടിക് കിട്ടി രക്ഷപ്പെട്ടതുകൊണ്ടാണ്. ഒരു 98 വർഷം ആകുന്നേ ഉള്ളൂ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് വന്നിട്ട് തന്നെ. പക്ഷേ ഈ ആൻറ്റിബയോട്ടിക്കുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ആൻറ്റിമൈക്രോബിയൽ ഇപ്പോൾ ബാക്ടീരിയയുടെ അസുഖത്തിനാണ് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നത്. അതുപോലത്തെ മറ്റ് പല ഫംഗലാകാം, വൈറലാകാം, അങ്ങനത്തെ അസുഖങ്ങൾക്കെതിരെയൊക്കെയുള്ള മരുന്നുകൾക്കൊക്കെ റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആൻറ്റിബയോട്ടിക് കൃത്യമായിട്ട് പറയുന്ന കാലയളവിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ 3 നേരം കഴിക്കണമെന്ന് നമ്മൾ ചിലപ്പോൾ 2 നേരം കഴിക്കുകയുള്ളൂ. ചിലപ്പോൾ ഒരാഴ്ച കഴിക്കേണ്ട നമ്മൾ 2 ദിവസം കഴിച്ച് നിർത്തും. ചിലപ്പോൾ ഡോക്ടർ തന്നെ പറയാതെ ആൻറ്റിബയോട്ടിക് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കും. അല്ലെങ്കിൽ ചുമയായിട്ട് പോകുമ്പോൾ മെഡിക്കൽ സ്റ്റോറുകാരൻ തന്നെ ഇങ്ങോട്ട് മരുന്ന് തരും. അപ്പോൾ ആൻറ്റിബയോട്ടിക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ജീവൻ രക്ഷാ മരുന്നായ ഈ മരുന്ന് അലക്ഷ്യമായിട്ട് നമ്മുടെ നിവൃത്തിയേട് കൊണ്ടൊക്കെ ആയിരിക്കും പലപ്പോഴും. ആശുപത്രി പോകാൻ പണം ഇല്ലെങ്കിൽ ചിലപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കും. മെഡിക്കൽ സ്റ്റോറിന് 500 മില്ലിഗ്രാം തരേണ്ട ചിലപ്പോൾ 250 മില്ലിഗ്രാം ആയിരിക്കും തന്നത്. അയാൾ 4 നേരം കഴിയാൽ 3 നേരം കഴിക്കണമെന്നുള്ള അയാൾ പറയാൻ പറ്റുമോ? നമ്മൾ 1 നേരം കഴിക്കും. ഒരാഴ്ച കഴിക്കേണ്ടത് ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നിർത്തിപ്പോവും, അസുഖം കുറയുമ്പോൾ. ഇത് കാരണം നമ്മുടെ ഈ ശരീരത്തിലുണ്ടാകുന്ന ബാക്ടീരിയ ഈ മരുന്നിനെതിരെ, ഔഷധത്തിനെതിരെ ചെറുത്ത് നിൽക്കാനുള്ള ശേഷിയുണ്ടാവും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആ മരുന്ന് പിന്നെ പ്രയോജനമില്ലാതെ വരും. ചിലപ്പോൾ അതിലും കൂടിയ മരുന്നിലേക്ക് വരും. ലോകത്തിലെ ചില ഭാഗങ്ങളിലൊക്കെ നമ്മുടെ ലൈംഗിക രോഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കരീബിയൻ ഭാഗത്തൊക്കെ ചില രോഗങ്ങൾ ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ലെവലിലേക്ക് ആയിക്കഴിഞ്ഞു. ആൻറ്റിബയോട്ടിക് ഒന്നും, നിലവിലുള്ള ഒരു ആൻറ്റിബയോട്ടിക് ആ രോഗത്തിനെതിരെ വർക്ക് ചെയ്യാത്ത അവസ്ഥയെത്തി. എന്ത് ധാരണമാണെന്നറിയാം. 98 വർഷം മുമ്പ് ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചു, ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചു. ആ മരുന്നുകൾ ഫലവത്താകാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്ഷയരോഗം ചികിത്സിച്ച് മാറ്റാം 6 മാസം കൊണ്ട്. പക്ഷേ ക്ഷയരോഗത്തിനെതിരെ കൊടുക്കുന്ന മരുന്നുകൾക്കെതിരെ ബാക്ടീരിയ പ്രതിരോധശക്തി നേടിയിട്ട് ഡ്രഗ് റെസിസ്റ്റൻറ്റ് ക്ഷയരോഗമൊക്കെ മാറിയിട്ട് അങ്ങനെ ആളുകൾ മരിച്ചു പോവുകയാണ്. അപ്പോൾ അത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇത് വലിയ പ്രശ്നമാണ്. ഈ ജനസംഖ്യ കൂടുതലായതുകൊണ്ടും രോഗങ്ങൾ കൂടുതലായതുകൊണ്ടും ആൻറ്റിബയോട്ടിക് വ്യാപകമായിട്ട് ഉപയോഗിക്കും. ഡോക്ടർമാർ എഴുതുന്നത് ചിലപ്പോൾ കൂടുതലായി പോകുന്ന അവസ്ഥകളുണ്ട്. പിന്നെ നമുക്കറിയാം കോവിഡ് സമയത്ത്, കോവിഡ് എന്നൊരു വൈറസ് രോഗമാണ്. ആൻറ്റിബയോട്ടിക്കുകൾക്ക് വൈറസിനെ കൊല്ലാനേ പറ്റില്ല. പക്ഷേ കോവിഡ് വന്നവർക്ക് എല്ലാവരും ആൻറ്റിബയോട്ടിക് അവിടെ നിന്ന് ഇവിടുന്ന് കേട്ടും ഒക്കെ വാങ്ങിച്ച് കഴിക്കുകയും ഒരുപാട് ആൻറ്റിബയോട്ടിക് ദുരുപയോഗം ഉണ്ടായിട്ടുണ്ട്. അത് എക്കാലത്തും ഉള്ളതാണ്. ഇത്തരം കാരണങ്ങൾ കാരണം നമുക്ക് ജീവൻ രക്ഷിക്കാനായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട ആൻറ്റിബയോട്ടിക് മരുന്നുകൾ ഫലപ്രദമല്ലാതെ പോകുന്നതിൻ്റെ വലിയ ദുരന്തത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ കൃത്യം കണക്കുകൾ 11-12 ലക്ഷം പേരാണ് ഒരു വർഷം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാരണം മരിച്ചു പോകുന്നത്. മലമ്പനി വന്നും HIV വന്നും ഒക്കെ മരിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ആൻറ്റിബയോട്ടിക് മരുന്നുകൾ റെസിസ്റ്റൻ്റായി പോകുന്നത് കാരണം മരിച്ചു പോകുന്നത്. ഇപ്പോൾ ക്ഷയരോഗത്തിൻ്റെ മരുന്നൊക്കെ ആൻറ്റിബയോട്ടിക് 1945 50-40 ആ കാലഘട്ടത്തിലൊക്കെയാണ് മരുന്നും കണ്ടുപിടിക്കുക ഉപയോഗിക്കുന്നതൊക്കെ. നെഹ്റുവിൻ്റെ ഭാര്യ കമലാ നെഹ്റു മരിച്ചുപോയി ക്ഷയരോഗം വന്നിട്ടാണ്. അന്ന് ആൻറ്റിബയോട്ടിക് ഇല്ല ക്ഷയരോഗത്തിനെതിരെയുള്ള. ഒരു 5-8 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു ക്ഷയരോഗം വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മരുന്ന് 5-8 കൊല്ലം നേരത്തെ ഉപയോഗിച്ചിരുന്നെങ്കിൽ
36-ാം വയസ്സിൽ കമലാ നെഹ്റു മരിക്കില്ലായിരുന്നു. അപ്പോൾ അത്ര ഒരുപാട് ബലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടുത്തിയതാണ് ബാക്ടീരിയകൾ. അതിനെതിരെയുള്ള മരുന്നുകളാണ് ആൻറ്റിബയോട്ടിക്. ആ മരുന്നുകൾ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടമാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാരണം മനുഷ്യൻ മരിച്ചു. അത് 1.2 മില്യൺ 10-11 ലക്ഷം പേര് ഒരു വർഷം അങ്ങനെ മരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു ഗുരുതരാവസ്ഥ. അപ്പോൾ ഞാൻ ഇവർക്ക് കൈമാറാം. അവർ ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇടപെടാം. അപ്പോൾ ഞാൻ മൈക്ക് കൊടുക്കുന്ന ശോഭ ശുക്ല മാഡത്തിനാണ്. അവർ ഇതിൻ്റെ അന്തർദേശീയ ചെയർപേഴ്സണാണ്. ഇഗാമ മാധ്യമരംഗത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനം. So I briefly told what is antibiotic resistance and how India is being affected and all. So now we can continue. You can say whatever you want to, and we can talk about this Gama and your new chapters. Okay. Thank you, and I'm really honored to be here with you all. Sorry for not being able to speak in your language. I think that is one of the constraints we always have. Also, I think Kerala can be a leading state. It is already a leading state as far as control of antimicrobial resistance is concerned. It was the first state in India, all of you know that, to have a state action plan for controlling AMR. We have national action plans, and later on other states have followed suit. And these plans here are also at the district and at the lower local levels, which is really a very good indicator of how Kerala is handling it. But all media communication and advocacy regarding AMR, I think that's a very strong pillar of controlling AMR. And we have a paradox of sometimes where medicines are needed, they are not available. And sometimes where medicines are not needed, we are just taking them, as Dr. Lal has said right now. And when we are talking of bacterial infections, antivirals will not work. When we talk of viral infections, when we are talking of bacterial infections, antivirals will not work. When we talk of viral infections, antibiotics will not work. And as he pointed out, during COVID times, a lot of us were using antibiotics unnecessarily. So that awareness has to be in the public and as well as in the medical fraternity. And as media people, I think we have that great role of, first of all, demedicalizing or simplifying messaging around antimicrobial resistance. We have to connect it with our daily lives. I think all of us have at some stage or the other encountered this antimicrobial resistance. I'm sure very often we have taken medicines without any diagnosis. There is some fever, we take an antibiotic. Generally, it is basically overuse of antibiotics we are doing in our daily lives, or we are taking antivirals when there is no need for an antiviral. So that sort of awareness has to be there in the public, and media can do a lot. We established the Global AMR Media Alliance a few years ago, and we had last year we had an India chapter of AMR Media Alliance, and now I'm very happy to know that with the help of REACT, we will have a Kerala chapter. That will be the first state chapter of India AMR Media Alliance, which will be established with your help. And also, I think we need to remember a few things when we are reporting on AMR. First of all, we have, as I said, we have to simplify it and connect it with our daily lives. Very often we have taken medicines without any input from the doctor, and it is generally the antibiotics. There is a regulation that antibiotics should not be sold without prescriptions, but how much is it being followed and implemented remains to be seen. And you are one of the forces, or rather we are, all of us, to be advocates and to create awareness and to ensure that policies are being put in place. Policies are there in written, but are they being implemented? So I'm very glad that this chapter of Kerala AMR Media Alliance would be opened. And we also had this year
the India AMR Media Alliance awards, awarding people who had been reporting consistently on AMR and judging their articles. So perhaps that can be done for Kerala state also for reporting in Malayali language. Also, it is important to use user-friendly, simple language and not put always the blame on the public. It is very easy to say that people are not consulting doctors, people are buying over-the-counter medicines, but we have to go inside and see what are the reasons why people sometimes tend to take medicines without doctor's permission or without any prescription from the doctor. And doctors too also, sometimes I find they just prescribe a broad spectrum of antibiotics without any diagnosis. So I think diagnostic stewardship is very important. Unless you diagnose the disease, how do you know whether it's a bacterial infection or a viral infection? So there is a lot of work on your shoulders, on our shoulders, but I'm sure we will succeed with what we are doing and just amplifying our work and explaining AMR to the public in simple language. Antimicrobial resistance, that term itself sounds sort of fearful. So, yes, and if you have any questions, I'm there to answer, please. So, നമുക്കിവിടെ ബോബി രമാകാന്ത് ഉണ്ട്, നമ്മുടെ ഗാമയിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഡോക്ടർ കമല സ്വർണ്ണമുണ്ട്. റിയാക്ടിൻ്റെ ഒരു വലിയ പ്രോജക്റ്റ് തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ സ്വീഡിഷ് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ലീഡ് ചെയ്യുന്നതും ഡോക്ടർ കമലയാണ്. അപ്പോൾ ഈ ആശുപത്രികളിൽ ആൻറ്റിബയോട്ടിക് ഉപയോഗത്തിൻ്റെ ഒരു നിയന്ത്രണത്തിന് വേണ്ടി സ്റ്റുവർഷിപ്പ് എന്നാണ് പറയുന്നത്, അതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ മാതൃക ചെയ്യുന്നതാണ് ഡോക്ടർ സ്വർണം. You want to say something or you want to wait for the question? You want to say something? ഡോക്ടർ ലാലും ഡോക്ടർ ശോഭ ശുക്ലയും ഇതിനെക്കുറിച്ചുള്ള മിക്ക കാര്യങ്ങളും എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് പറയുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമ്മൾ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ മെയിൻ കാരണം തന്നെ പുതിയ പുതിയ ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകളും കൂടെയാണ്. ഒരു ലിമിറ്റിനപ്പുറം നമ്മളിതെല്ലാ ഈ മ്യൂട്ടേഷൻസ് വന്ന ബാക്ടീരിയയും കവർ ചെയ്യാൻ പറ്റുന്ന ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കാനുള്ള പരിമിതികൾ ധാരാളമുണ്ട്. അതാണ് ഒരു കാര്യം. പിന്നെ നമുക്ക് നാഷണലും സ്റ്റേറ്റ് ലെവലും ധാരാളം പ്രോഗ്രാം കഴിഞ്ഞൊരു 5 വർഷത്തിൽ നമ്മൾ ഒത്തിരി അധികം ഈ ഗവൺമെൻറ് പ്രോഗ്രാംസിൽ ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒത്തിരി പ്ലാൻസ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മാഡം പറഞ്ഞതുപോലെ ഈ പോളിസീസിനെ കുറിച്ച് നമ്മുടെ ഏറ്റവും താഴത്തെ തട്ടുകൾ വരെയുള്ള അവയർനെസ് എത്ര പേർക്കുണ്ട്? ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒ പിയിൽ ധാരാളം കുട്ടികൾ, ഞാനൊരു പീഡിയാട്രീഷ്യനാണ്, ധാരാളം കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്. അവരൊക്കെ വന്നു കഴിഞ്ഞാലും ആദ്യം ചോദിക്കുന്നത് തന്നെ ഈ കുഞ്ഞിന് സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്താലേ മാറുള്ളൂ, ഡോക്ടർ ആൻറ്റിബയോട്ടിക് എഴുതിത്താ. സോ ഈ കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കിലെ താഴത്തെ തട്ട് വരെ എത്തിയിട്ടുണ്ടോ? നമ്മൾ എത്രത്തോളം ഈ അവയർനെസ് തന്നെ, നമുക്ക് പോളിസീസും പ്ലാൻസും ധാരാളം ഉണ്ടെങ്കിലും എല്ലാ ലെവലിലും ഇത് താഴോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ടോ? അതിന് കുറച്ച് പഠനങ്ങൾ വേണം. ഈ റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും ഒക്കെ തന്നെ എത്രത്തോളം ആൾക്കാർ ഇതിനെക്കുറിച്ച് അവെയർ ആണെന്നുള്ളതിനെക്കുറിച്ച്. പിന്നെ എപ്പോഴും ഒരു ആശുപത്രിയിൽ ഇതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മളൊരു ചെറിയൊരു പോപ്പുലേഷനെ ടാർഗറ്റ് ചെയ്ത് ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇതിനെ ഒരു ഗ്ലോബലി എല്ലാ സ്ഥലത്തും എത്തിക്കാനും എല്ലാവരും ഒരേപോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും വേണ്ടി കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് തന്നെ ഇതൊരു ഡബിൾ പ്രോങ്ഡ് ആയിട്ട് കൊണ്ടുവരണം. ആൻറ്റിബയോട്ടിക്സ് എഴുതുന്നതാര്, അത് സ്വീകരിക്കുന്നതാര്. അപ്പോൾ ഡോക്ടർമാരിലും ഈ അവയർനെസ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരികയും വേണം. ഇത് സ്വീകരിക്കാൻ പോകുന്ന ആൾക്കാർ ഒരു ആൻറ്റിബയോട്ടിക് ഒരു ഡോക്ടർ എഴുതി കഴിഞ്ഞാൽ അവർക്കൊരു അവകാശമുണ്ട് ചോദിക്കാൻ, ഡോക്ടർ ഇത് എന്തിനാണ്, എനിക്ക് ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമുണ്ടോ? അത് ചോദിക്കാൻ അവരെ എംപവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അറിവുകൾ താഴത്തെ തട്ട് വരെ നമ്മൾ എത്തിക്കുകയും കൂടെ വേണം. സോ കുറച്ചുകൂടെ നമുക്ക് അവരുടെ തലത്തിലോട്ട് ഇറങ്ങി ചെല്ലാൻ വേണ്ടി കൂടുതൽ പഠനങ്ങളും വേണം. താഴോട്ട് അതിനെ ഡിസമിനേറ്റ് ചെയ്യാൻ വേണ്ടി മീഡിയ വളരെയധികം ഇതിൽ പങ്ക് വഹിക്കുക തന്നെ വേണം. ഞങ്ങളും അതിൻ്റെ കൂടെ തന്നെയുണ്ട്. ഇതൊരു സക്സസ് ആയിട്ട് മാറണം എന്നാണ് താല്പര്യം. റിയാക്ട് ഏഷ്യയിൽ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ ഭാഗമായി അടുത്ത ഒരു 10 വർഷത്തേക്ക് നമുക്ക് ഗവൺമെൻറ് പ്രോഗ്രാംസ് തന്നെ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മളിതെല്ലാം പോകുന്നത്. അടുത്തൊരു 10 വർഷം ഇതൊരു ഗ്ലോബൽ പ്രോബ്ലം, ഇതിൽ നിന്ന് ഇതിൻ്റെ വ്യാപകമായിട്ടുള്ള ഈ പ്രത്യാഘാതങ്ങളൊക്കെ കുറച്ചുകൊണ്ടുവന്ന് ഒരു ഗ്ലോബൽ പ്രോബ്ലം എന്നുള്ള ഇതിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി വരികയും ചെയ്യണം. അതാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. താങ്ക് യു.
So you will wait for the question, so you want, okay. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ഔട്ട് ഉണ്ട്, ഇനി ഞങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്, മീഡിയ അവാർഡ്സ്. യു ആർ കൺസിഡറിങ് മീഡിയ അവാർഡ്സ് ഫോർ Kerala chapter. Yes, I think they can go ahead with that, perhaps. That is just a suggestion. Yeah. And another suggestion is that I think it's very important to have AMR dialogues on a regular basis. So this is a good promise that you are considering. We will also support that endeavor. Yeah. So എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? അത് ഇത് ആന്റിബയോട്ടിക് മാത്രം. പുറത്ത് വന്നിട്ട് പറയാം. 854-77-311-21. ഇത് ഞങ്ങളുടെ വർക്ക് ഒരു വളരെ സ്ഥലം. ഞാൻ 2 വർഷത്തിൻ്റെ ഡയറക്ടറാണ്, 2 വർഷത്തിലധികമായി. ഇതിങ്ങനെ ഇവരുടെ വിസിറ്റ് കാരണം വന്നതാണ്. ഞങ്ങളുടെ ഒരു സൈലന്റ് വർക്കാണ്. ഏഷ്യ പസഫിക് രാജ്യങ്ങളാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഇന്ത്യയിലൊരു രാജ്യം മാത്രമാണ്. ഇപ്പോഴും ഈ ഒരുത്തരെ ഇതിൽ ഈ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇഷ്ടംപോലെ മരുന്നുകൾ, നല്ല കൂടിയ മരുന്നുകൾ അവർ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ഒരു കൺട്രോൾ ചെയ്യാൻ. So he's asking, see, still medical stores are giving antibiotics over the counter without doctor's prescription. So how can we control that? Maybe I can start with, Yes, please. because Kerala ആണ് ഇക്കാര്യത്തിൽ ഭേദപ്പെട്ടൊരു സംസ്ഥാനം. കേരളത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ ഞാൻ തന്നെ ഡോക്ടറായിട്ട് ആൻറ്റിബയോട്ടിക് ചോദിച്ചപ്പോൾ 1-2 മെഡിക്കൽ സ്റ്റോറിൽ എൻ്റെ അടുത്ത് പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. ഞാൻ പിന്നെ ഡോക്ടറാണെന്ന് ഐഡൻറ്റിറ്റി കാണിച്ച് ഞാൻ തന്നെ കുറിച്ച് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ കേരള അതിനകത്ത് മറ്റെല്ലാ രംഗത്തെയും പോലെ കേരള അതിനകത്ത് ഭേദമാണ്. പക്ഷേ എല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൂടാ. പിന്നെ ഈ സർക്കാർ മേഖലയും സ്വകാര്യ മേഖലയൊക്കെ പിന്നെ ഒരുപാട് മെഡിസിൻ സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. ഇന്ത്യയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ വളരെ ഇനി ഒരുപാട് പ്രതിസന്ധിയുണ്ട്. യു വാണ്ട് ടു സേ സംതിങ് അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ജനറൽ? Yeah, sure, sir. Thank you. Yeah, so this is a very important point, and which you have already highlighted, and we are very grateful that Government of India is one of the countries which was among the first to launch the national action plans many years ago, 2017 if I am right, and another new one was revised, updated, latest national action plan to address AMR was launched on 18 November last year, just a month or so ago. And this gives us hope. You might have seen the Ministry of Health and Family Welfare campaign that the red line on the antibiotic medicine, which clearly indicates, which is very easy to see for common people, the red line behind a medicine, which means that this is can only be given by the pharmacy, but upon medical prescription. So government is making very important efforts. We really need your help from journalists here to raise awareness among people so that they do not self-medicate. We should not be misusing or overusing any medicine. We have a right to health means we need right and timely diagnosis. We need right treatment, and first of all, no one should get infected with infections that can be prevented. So we need proper infection prevention and control, and we need to stop misuse and overuse of medicines in all sectors: human health, animal health, livestock, food and agriculture, because all these are so connected. I will quickly like to add that we are very grateful to React Asia Pacific. It was Dr. AGR, Dr. Haifa, Dr. Lal Sahab is here. We launched the India AMR Media Alliance together on 7 August last year in the Press Club of India, and it is such a great honor to be amongst you all when the Kerala chapter of a Media Alliance is being launched. And we really hope that the question which you have asked about about the pharmacy and how the role of pharmacy and how we can prevent AMR, perhaps Kerala chapter can also take leadership in combating it. Thank you. Sorry, sir. രണ്ട് കാര്യങ്ങളാണ് ഒഴിച്ചു പറയാനുള്ളത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഗവൺമെൻറ്റിന് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല, നമ്മൾ പൊതുജനങ്ങൾ, അതിനാണ് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ആലോചിക്കുന്നതും ഇതുപോലത്തെ മാധ്യമങ്ങൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതൊന്ന്.
രണ്ടാമത് മനുഷ്യരുടെ ചികിത്സയിൽ മാത്രമല്ല, മൃഗങ്ങളുടെ ചികിത്സയ്ക്കും ഈ നമ്മുടെ വളർത്ത് പക്ഷികളുടെ ചികിത്സയ്ക്കും മത്സ്യങ്ങളുടെ ചികിത്സയ്ക്കും ഒക്കെ ഒരുപാട് ആൻറ്റിബയോട്ടിക് നമ്മൾ മനുഷ്യന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുകയും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതൊരു വളരെ വ്യാപകമായൊരു പ്രശ്നമാണ്, ലോകത്തെ തുറച്ചു നോക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നു, നമുക്ക് നോക്കിയിരിക്കുമ്പോൾ ചികിത്സിക്കാനുള്ള മരുന്ന് നമുക്കറിയാം, പക്ഷെ മരുന്ന് ഏൽക്കുന്നില്ല. അങ്ങനെ ഒരുപാട് മരണങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്നുണ്ട്, കേരളത്തിൽ ഉൾപ്പെടെ. അപ്പോൾ അത് അതിൻ്റെ പ്രാധാന്യമാണ് ചൂണ്ടിക്കാട്ടിയത്. വേറെ എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഇതിൻ്റെ ബേർഡൻ അല്ലെങ്കിൽ ഇതിൻ്റെ കാഠിന്യം നമ്മൾ അറിയാത്തതിനൊരു കാരണം കൂടെ ഉണ്ട്. പലപ്പോഴും നമ്മൾ ഈ മരണങ്ങളെ വേറെ പല ഡയഗ്നോസിസിലോട്ട് അതങ്ങ് പോകുന്നു. അതായത് ചിലപ്പോൾ കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ഒക്കെ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ആൾ അവസാനം മരണപ്പെടുന്നു. പക്ഷെ അതിൻ്റെ ഒരു മേജറായിട്ട് അവർ മരണത്തിലോട്ട് പുഷ് ചെയ്ത് വിടുന്നത് ഈ അണുബാധയ്ക്ക് എപ്പോഴും പറയുന്ന കേട്ട് കാണാം, രോഗി പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമേ അതിനകത്ത്. ഇപ്പോൾ ഡയഗ്നോസിസിനകത്ത് ഈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻ്റ് ആണ് ഈ മരണത്തിന് കാരണം എന്ന് പലയിടത്തും എഴുതി വെക്കപ്പെടുന്നില്ല. പലപ്പോഴും അത് വേറെ പല ഹെഡിങ്സിലും ആ ഒരു മോർബിഡിറ്റി അങ്ങ് പോകുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ബേർഡൻ ശരിക്കും ഇത് ആൾക്കാർ മനസ്സിലാക്കാത്തത്. അപ്പോൾ ഇതിനെ ഒരു പ്രത്യേക രീതിയിൽ അതിനെ ഒരു തരംതിരിച്ച് കൊണ്ടുവന്നാലേ ഇതുകൊണ്ടാണ് ഈ മോർട്ടാലിറ്റി വന്നതെന്നുള്ളത് നമുക്ക് തരംതിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ആൾക്കാരുടെ ഇടയ്ക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് ഒരു ഡീപ്പായിട്ടുള്ളൊരു അവബോധം വരാത്തതിനൊരു കാരണം.